ഇത് ജിഫി ബാഗ് എന്നാ പറയാ. ഗുഡ് ആഫ്റ്റർനൂൺ. എൻ്റെ പേര് ആശ ജോൺസൺ. ഞങ്ങളുടെ ഷോപ്പിൻ്റെ പേര് PTV ഗാർഡൻസ് എന്നാണ്. ഞങ്ങളുടെ ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത് ആമ്പലൂർ ജംഗ്ഷനിൽ നിന്നും 1 കിലോമീറ്റർ ബൈപ്പാസിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഷോപ്പിലേക്ക് എത്തുന്നതാണ്. ഇവിടെ ഞാൻ ഷോപ്പിൻ്റെ അകത്ത് വന്ന പിന്നെ കുറച്ച് സ്റ്റാൻഡുകൾ കണ്ടു. അപ്പോൾ എത്ര തരം സ്റ്റാൻഡുകളുണ്ട്, പിന്നെ ക്ലേ പോട്ട്സ് എന്തൊക്കെയാണ് വെറൈറ്റീസ് ഉള്ളത്, അതൊക്കെ ഒന്ന് ഡീറ്റെയിൽ ചെയ്ത് പറയാൻ പറ്റും? സ്റ്റാൻഡുകൾ ഞങ്ങൾക്ക് മെയിനായിട്ട് വുഡിൻ്റെ സ്റ്റാൻഡുകളുണ്ട്, അതുപോലെ തന്നെ ഞങ്ങൾ മെറ്റലിൻ്റെ സ്റ്റാൻഡുകളും ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ആൾക്കാരുടെ കസ്റ്റമറിൻ്റെ ഇഷ്ടം അനുസരിച്ചിട്ടാണ് ഞങ്ങൾ സ്റ്റാൻഡുകൾ ഉണ്ടാക്കി കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഷേപ്പോ അല്ലെങ്കിൽ നിങ്ങളുടെ റൂമുകളുടെയൊക്കെ സ്പേസ് അനുസരിച്ചിട്ടൊക്കെ ഞങ്ങൾ സ്റ്റാൻഡുകൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. മെറ്റലും ഞങ്ങൾക്കും അങ്ങനെ തന്നെ ഇഷ്ടമുള്ള ഷേപ്പുകളിൽ ഞങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. കസ്റ്റമറിൻ്റെ ഇഷ്ടം അനുസരിച്ചാണ് ഞങ്ങൾ സ്റ്റാൻഡുകൾ ചെയ്ത് കൊടുക്കുന്നത്. നമ്മുടെ ഈ സ്റ്റാൻഡുകളെ പറ്റി സംസാരിക്കുക. ഈ സ്റ്റാൻഡിൻ്റെ സ്റ്റാർട്ടിംഗ് റേഞ്ച് പ്രൈസ് ഒക്കെ എന്ത് വരുന്നുണ്ട്? ഇത് നമ്മൾ 700 തൊട്ട് 5000 വരെ റേഞ്ചുള്ള ആണ് നമ്മൾ ചെയ്തു കൊടുക്കുന്നത്. ഇത് മെയിനായിട്ടും സാധാരണ വുഡല്ല, ഇത് നമ്മുടെ തേക്ക് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള സ്റ്റാൻഡുകളാണ്. ഓക്കെ, നമുക്കിനി ക്ലേ പോട്ട്സിലേക്ക് വരാം. അപ്പോൾ ക്ലേ പോട്ട്സിൽ ഇപ്പോൾ ഇവിടെ കുറേ മോഡൽസ് വരുന്നുണ്ട്. ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് ഒക്കെ എന്ത് വരുന്നുണ്ട്, റേറ്റും കാര്യങ്ങളും? ഇത് നമ്മൾ 50 രൂപ തൊട്ടുള്ള പോട്ടുകൾ അവൈലബിൾ ആണ്. അപ്പോൾ ഇതിൻ്റെ ഷേപ്പും അതിൻ്റെ സൈസും അനുസരിച്ച് ഡിസൈനും അനുസരിച്ച് അതിൻ്റെ റേറ്റിലും വ്യത്യാസം വരും. ഓക്കെ, നമ്മളിപ്പോൾ ഈ ക്ലേ പോട്ട്സിൽ തന്നെ കുറേ ഡിസൈൻസ് ഉണ്ട്. അപ്പോൾ ഇതിൽ പ്ലാന്റ്സുകളും ഇപ്പോൾ ഈ ചില മോഡൽസിൽ കുറച്ച് വലിപ്പം കൂടിയത് കുറഞ്ഞത്, ഇപ്പോൾ കസ്റ്റമറിന് ഇഷ്ടപ്പെട്ട ഒരു മോഡൽ വേണമെന്ന് വെച്ചാൽ അപ്പോൾ ഇങ്ങനെ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കാൻ പറ്റും? ഉറപ്പായിട്ട് ചെയ്ത് കൊടുക്കും. അപ്പോൾ കസ്റ്റമറിൻ്റെ ഇഷ്ടം അനുസരിച്ച് നമ്മൾ അതിൻ്റെ സൈസും അവരുടെ ഇഷ്ടം അനുസരിച്ച് അവരോട് ഡിസൈൻ ചെയ്ത് തരികയാണെങ്കിൽ ആ ഡിസൈനിൽ തന്നെ നമ്മൾ പോട്ട്സ് ഡിസൈൻ ചെയ്ത് അവരുടെ ഇഷ്ടമുള്ള സൈസ് അനുസരിച്ച് പോട്ട്സ് ഉണ്ടാക്കി കൊടുക്കും. ഓക്കെ, ഇനി നമുക്ക് ഇപ്പോൾ സെറാമിക്കിലേക്ക് ഒന്ന് പോകാം. അപ്പോൾ സെറാമിക്കിൽ നിങ്ങളുടെ എത്ര മോഡൽസ് ഒക്കെ വരുന്നുണ്ട്? ഇതിലിപ്പോൾ നമ്പർ പറയുകയാണെങ്കിൽ കുറേ ടൈപ്പ് സെറാമിക്സ് ഉണ്ട്. പിന്നെ നമ്മളിപ്പോൾ ഓരോ ഓർഡേഴ്സ് വരുമ്പോൾ നമ്മുടെ കുറേ പെട്ടെന്ന് തന്നെ നമുക്ക് വിറ്റ് പോകുന്നുണ്ട്. അപ്പോൾ അടുത്ത സെറ്റ് ഡിഫറെൻറ്റ് മോഡൽസ് ഞങ്ങൾ ഇറക്കും. ഇപ്പോൾ ഈ സെറാമിക്കിൻ്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് ഒക്കെ എന്ത് വരുന്നുണ്ട്? ഇതിപ്പോൾ ഒരു 50 തൊട്ടുള്ള 30 തൊട്ട് വരെ ഞങ്ങൾക്ക് പോട്ട്സ് ഉണ്ട്. അത് എത്ര വരെ ഉണ്ട്? ഇതൊരു 2000 റേഞ്ച് വരെയുള്ളതാണ് വരുന്നുണ്ട്. അപ്പോൾ ഈ സ്പ്രേ ബോട്ടിലൊക്കെ സ്റ്റാർട്ടിംഗ് റേഞ്ച് എന്ത് വരുന്നുണ്ട്? ഇതിപ്പോൾ നമുക്ക് ഒരു 70 റുപ്പീസ് തുടങ്ങിയിട്ടുള്ള ബോട്ടിലുകൾ അവൈലബിൾ ആണ്. ഇത് നമുക്ക് പല ഷേപ്പിലും ഇത്തിരി ക്വാളിറ്റി ഡിഫറൻസിലും ഇത് അവൈലബിൾ ആണ്. പിന്നെ നമ്മൾ ഈ വളങ്ങളൊക്കെ എങ്ങനെയാണ്, എത്ര തരം വളങ്ങളൊക്കെ വരുന്നുണ്ട്? ഇത് നമുക്ക് ചകിരിച്ചോറുണ്ട്, വെർമി കമ്പോസ്റ്റ് ഉണ്ട്, പിന്നെ വളം മിക്സ് ചെയ്ത വളം, അതിനകത്ത് ചാണകപ്പൊടി, ആട്ടിൻകാഷ്ടം, ജൈവവളം എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ള വളങ്ങളും. ഇത് പെർലൈറ്റ് ആണ്. നമ്മൾ സാധാരണ ചെടി, പ്രത്യേകിച്ചും ഇതൊക്കെ ചെടി സെറ്റ് ചെയ്യാനായിട്ട്, ചട്ടികളിൽ സെറ്റ് ചെയ്യാനായിട്ട് പെർലൈറ്റ് നമുക്ക് ഉപയോഗിക്കാം. ക്ലേ ബോൾസും അവൈലബിൾ ആണ്. പ്രത്യേകിച്ച് മണ്ണൊക്കെ അവൈലബിലിറ്റി ഇല്ലാത്ത ഫ്ലാറ്റുകളിലൊക്കെ താമസിക്കുന്ന ആൾക്കാർക്ക് ക്ലേ ബോൾസ് ഒക്കെ വളരെയധികം ഉപകാരമായിരിക്കും. പിന്നെ എയറേഷനും അതുപോലെ വാട്ടർ അബ്സോർപ്ഷനും ക്ലേ ബോൾസ് സഹായിക്കും. നമ്മളിപ്പോൾ ഈ ഒരു പോട്ട്സ് ഉണ്ടല്ലോ, അതെങ്ങനെയാണ് അതിൻ്റെ സെറ്റ് ചെയ്യണത്, അത് ഒന്ന് പറയാൻ പറ്റുമോ? ഈ പോട്ട്സ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ചെടിച്ചട്ടിയുടെ വലിപ്പം കുറവാണെന്ന് വിചാരിക്കുക. അത് വേണമെങ്കിൽ നമുക്ക് ഈ പാട്ട് വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ ഹൈറ്റ് മുകളിലേക്കും താഴേക്കും അഡ്ജസ്റ്റ് ചെയ്യാം. ജസ്റ്റ് നമുക്ക് ഇതൊന്ന് റോൾ ചെയ്ത ശേഷം ഇതിനകത്ത് ഇത് വെച്ച് കഴിഞ്ഞാൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതെ, നമ്മൾ ചിലപ്പോൾ നമുക്ക് ചെടിച്ചട്ടിയുടെ വലിപ്പം കുറവായിരിക്കും. അപ്പോൾ ഇത് മുകളിലോട്ട് ഹൈറ്റ് കൂട്ടി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെടിച്ചട്ടി പൊക്കി വയ്ക്കാൻ പറ്റും. അതാണ് മെയിൻ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. ഈ പോട്ടിൻ്റെ പ്രത്യേകത എന്താ വരുന്നത്? ഇത് ശരിക്കും ഇത് മാഗ്നറ്റിക് പോട്ടാണിത്. ഇത് നമുക്ക് മെറ്റലും അറ്റാച്ച് ചെയ്യാൻ പറ്റും. ഇത് നമുക്ക് ഫ്രിഡ്ജിമൊക്കെ വെക്കാം. ഇപ്പോൾ കുട്ടികൾക്ക് ചെടിയൊക്കെ ഇതിനകത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ട് വെക്കണമെങ്കിൽ മെറ്റലും ഫ്രിഡ്ജിമോ നമുക്കത് അറ്റാച്ച് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, പിന്നെ ഇപ്പോൾ ഇവിടെ ഒരു സൈക്കിളിൻ്റെ ഒരു ടൈപ്പ് കണ്ടു. ഇതൊക്കെ ഒരു ഫാൻസി ടൈപ്പ് ആണല്ലേ? അതെ, നമുക്കൊരു ഭയങ്കര അട്രാക്റ്റീവ് ഒരു പീസാണിത്. നമുക്ക് നമ്മുടെ വീടിനകത്തൊക്കെ ചെടിച്ചട്ടി അതിനകത്തേക്ക് വെക്കാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ ഈ ഇവിടെ നിങ്ങളുടെ ഈ പോട്ട് ഉണ്ടല്ലോ, ഇതിപ്പോൾ എത്ര നിങ്ങളുടെ ഈ 2 കളേഴ്സോ വരുന്നുള്ളൂ? ഇപ്പോൾ അറ്റ് പ്രസൻറ്റ് 2 കളേഴ്സ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇത് നമുക്ക് ഒരു ചെടിച്ചട്ടി അതിനകത്തേക്ക് ഡയറക്റ്റ് ആയിട്ട് ഇറക്കി വെക്കാം. ഓക്കെ, പിന്നെ നിങ്ങളല്ലേ ഇപ്പോൾ സെൽഫ് വാട്ടറിംഗ് പോട്ട്സ്, പിന്നെ ഈ വെർട്ടിക്കൽ പോട്ട്സ് ഒക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ സ്റ്റാർട്ടിങ് എത്ര വരുന്നുണ്ട് റേഞ്ച് ഒക്കെ? ഇത് നമുക്ക് 8 രൂപ തൊട്ടുള്ള വെർട്ടിക്കൽസ് ഉണ്ട്. ഇവിടെ എന്തൊക്കെ ടൈപ്പ് പോട്ടുകൾ ഉണ്ടെങ്കിൽ ഒന്ന് പറയാൻ പറ്റുമോ? അതിന്റെ പേരും കാര്യങ്ങളൊക്കെ ആൾക്കാർക്ക് അറിയാൻ വേണ്ടി. ഇതിപ്പോൾ നമുക്ക് മെയിനായിട്ട് ഹാങ്ങിങ് പോട്ട്സുകളുണ്ട്,
ഇതിപ്പോൾ സാധാരണ ഹാങ്ങിങ് പോട്ട് തൊട്ട് നമുക്കുണ്ട്. അതുപോലെ ഇതിപ്പോൾ സ്ക്വയർ പോട്ട്സുകളാണ്. ഇപ്പോൾ നമുക്ക് ഇൻഡോർ വേണമെങ്കിൽ വെക്കാം, അല്ലെങ്കിൽ അതിനകത്ത് തന്നെ നമുക്ക് ചട്ടികൾ അല്ലെങ്കിൽ മറ്റേ അതിനകത്ത് സെറ്റ് ചെയ്ത് വെക്കാം, ഇറക്കി സെറ്റ് ചെയ്ത് വെക്കാം. അല്ലെങ്കിൽ നമുക്ക് ചെടി ഡയറക്റ്റ് ആയിട്ട് അതിനകത്ത് സെറ്റ് ചെയ്ത് വെക്കാം. പിന്നെ അടുത്ത് വരുന്ന പോട്ടുകളൊക്കെ ഇതൊക്കെ ഇത്തിരി നല്ല ടൈപ്പ് പോട്ട്സുകളാണ്. ഇത് നമുക്ക് നല്ല ഭംഗിയാണ്. ആ പോട്ടൊക്കെ ശരിക്കും ചെടി വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു കളർ കോമ്പിനേഷനും കൂടി കറക്റ്റായി നല്ല രസമായിരിക്കും കാണാനായിട്ട്. ശരി, ഈ നമ്മളിപ്പോ ഹാങ്ങിങ്ങിന്റെ പോട്ട്സ് ഉണ്ടല്ലോ ഇവിടെ, അതിൽ തന്നെ വ്യത്യാസം ഉണ്ടല്ലോ, എന്തൊക്കെയാണ് ഇത് മെയിൻ ശരിക്കും പറഞ്ഞാൽ ഇത് ഇത്തിരി ക്വാളിറ്റി കുറവാണ്, അതിന് വിലയും കുറവാണ്. ഇത് കുറച്ചുകൂടി നല്ല ക്വാളിറ്റി ഉള്ള ഹാങ്ങിങ് പോട്ട്സുകളാണ് ഇതൊക്കെയോ ഇതില്. പിന്നെ മെയിൻ ആയിട്ടും ഇതൊരു സെൽഫ് വാട്ടറിംഗ് ആണ്. ഈ പോട്ട് സെൽഫ് വാട്ടറിംഗ് ആണ്. അത് വെച്ചപ്പോൾ നമുക്ക് ഇൻഡോർ ഒക്കെ ഹാങ്ങിങ് ഇടണമെങ്കിൽ വെള്ളം പുറത്തേക്ക് പോവില്ല. അതാണ് അതിന് മെയിൻ അഡ്വാൻറ്റേജ്. പിന്നെ വെർട്ടിക്കലിന്റെ പോട്ട് ഉണ്ടല്ലോ, ഇതിൽ ചെറുതും വലുതൊക്കെ വരുന്നുണ്ടോ? ഉണ്ട്. ഇതിൽ കളേഴ്സ് ഡിഫറെൻ്റ് ആയിട്ട് വരുന്നുണ്ട്. സൈസ് കുറവുള്ളതുണ്ട്, സൈസ് കൂടിയതുണ്ട്. ഇതിലും ക്വാളിറ്റി ഡിഫറൻസിൽ വരുന്നുണ്ട്. ഈ പോട്ടിന്റെ ഒരു പ്രത്യേകത ചോദിക്കുക, ഇതിന്റെ അടിയിൽ നമുക്ക് തുറക്കാൻ പറ്റില്ലേ? സെൽഫ് വാട്ടറിംഗ് പോട്ടാണോ? ഇത് സെൽഫ് വാട്ടറിംഗ് പോട്ടാണ്. നമുക്ക് അടിയിൽ വെച്ചുകൊണ്ട് വെള്ളം ലീക്കേജ് വരുന്നില്ല. കളയുകയും ചെയ്യാം. പിന്നെ ഇപ്പൊ ഈ സെൽഫ് വാട്ടറിംഗ് പോട്ടിന്റെ വേറൊരു മോഡലാണ്, റൗണ്ട് ടൈപ്പ് അല്ലേ? ഇത് ആ മോഡൽ തന്നെയാണ് വരുന്നത്? ഇത് പല ടൈപ്പിൽ റൗണ്ടിൽ വരുന്നുണ്ട്, സ്ക്വയറിൽ വരുന്നുണ്ട്, പല ഷേപ്പിലും വരുന്നുണ്ട്. അത് പല സൈസിലും പല ഷേപ്പിലും പല കളേഴ്സിലും നമുക്ക് അവൈലബിൾ ആണ്. ഇതിലിപ്പോൾ ക്വാളിറ്റി ഉള്ള സെൽഫ് വാട്ടറിംഗേഴ്സും ഉണ്ട്, വരുന്നുണ്ട്. നല്ല ക്വാളിറ്റി ഉള്ള ചെറിയ പോട്ടുകൾ ഇപ്പൊ ആൾക്കാർ ധാരാളം ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. ഈ ചെറിയ പോട്ടുകൾ അതൊക്കെ സ്റ്റാർട്ടിംഗ് റേഞ്ച് നിങ്ങളുടെ എത്ര വരുന്നുണ്ട്? ഈ പോട്ടുകൾ 8 രൂപ തൊട്ടുള്ള പോട്ട്സുകൾ നമുക്ക് അവൈലബിൾ വരുന്നുണ്ട്. ഇപ്പൊ ഈ വലിയ പോട്ടിലേക്ക് വരികയാണെങ്കിൽ ഇതിൽ റൗണ്ട് പോട്ട്സ് ഉണ്ട്, സ്ക്വയർ ടൈപ്പ് ഉണ്ട്, റെക്ടാംഗിൾ ടൈപ്പ് ഉണ്ട്, എല്ലാ മോഡൽസും വരുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മളിപ്പോ വലിയ ചെടികളാണോ ചെറിയ ചെടികളോ, എങ്ങനെയാണ് അത് ഡിപ്പെൻസ് വരുന്നത്? അത് ഓരോ പ്ലാന്റ്, അതെ, നമുക്ക് വേര് കൂടുതൽ പോകുന്ന പ്ലാന്റ്സിന് നമ്മൾ ഇത്തിരി വലിയ പോട്ട് എടുക്കണം, എന്നാലേ ശരിയാവുള്ളൂ. ചെറിയ ചെടി, വലിയ ചെടി കൊണ്ട് ചെറിയ പോട്ടിൽ വെച്ചാൽ കറക്റ്റ് ആവില്ല. അപ്പൊ അതനുസരിച്ച് നമ്മൾ പോട്ടുകൾ വലുത് വേണ്ടി വരും. ഈ രണ്ട് സാധനങ്ങൾ എന്തൊക്കെയാണ് അതിന്റെ പേരെന്ന് പറയും? ഇത് ജിഫി ബാഗ് എന്നാ പറയാ. ഇത് കമ്പോസ്റ്റും ന്യൂട്രിയൻസും മിക്സ് ആയിട്ടുള്ളതാണ്. ഇത് നമുക്ക് ഇപ്പൊ വളരെ എളുപ്പമാണ്. ഇത് ജിഫി ബാഗ് പർപ്പസ് എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ചെറിയൊരു കമ്പ് പിടിപ്പിക്കണം അല്ലെങ്കിൽ വിത്ത് മുളപ്പിക്കണം. ഈ ജിഫി ബാഗ് ഭയങ്കര എളുപ്പമാണ്. ഇതിനകത്ത് ഇത് നമ്മൾ വെള്ളത്തിൽ 2 മിനിറ്റ് ഇട്ട് കഴിഞ്ഞാൽ സ്മെൽ ചെയ്ത് വരും, വീർത്ത് വരും. ഏകദേശം ഈ സൈസിലോളം വീർത്ത് വരും. എന്നിട്ട് നമ്മൾ ഇതിനകത്ത് കമ്പ് പിടിപ്പിക്കാം, അല്ലെങ്കിൽ നമുക്ക് വിത്ത് വേണമെങ്കിൽ മുളപ്പിക്കാം. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ഇത് എക്കോ ഫ്രണ്ട്ലി ആണ്. ഇത് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ഇത് ഡീഗ്രേഡ് ചെയ്ത് പോകും. അതാണ് ഇതിൻ്റെ ഏറ്റവും ഒരു അഡ്വാൻറ്റേജ്. ശരി, ഇനിയിപ്പോ ഇവിടെ തെർമോഫോം എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ടല്ലോ നിങ്ങളുടെ പോട്ട് പോലത്തെ, അപ്പൊ ഇതിന്റെ പ്രത്യേകതകളും ഇതിന്റെ എന്താണ് ഗുണവും കാര്യങ്ങളൊക്കെ പറയും? ഇത് കുറച്ച് ഭയങ്കര ഫ്ലെക്സിബിൾ ആണ്. പിന്നെ ഇത് നല്ല പിടിച്ചാത്തപ്പെട്ടതൊന്നും ബ്രേക്ക് ചെയ്യില്ല. ഇതാണ് ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. ഇത് നമ്മൾ സാധാരണ നഴ്സറികളിലൊക്കെ ആൾക്കാർ വന്നത് ചെടി പിടിപ്പിക്കാനായിട്ട് കൊണ്ടുപോകാൻ, നമുക്ക് വീട്ടിലും പിടിപ്പിക്കാം. പോട്ടിന്റെ തന്നെ സെയിം മോഡൽ, പർപ്പസ് ഒക്കെ സെയിം, ഫ്ലെക്സിബിൾ ആണ്, അത്ര ബ്രേക്കബിളും അല്ല. ചെടിയൊക്കെ വെക്കാം, ഒരു വ്യത്യാസമില്ല. ഇതിന്റെ പല സൈസിലും ഉണ്ട്, അവൈലബിൾ ആണ്. ഇത് ഡിസൈനർ പോട്ട്സുകളാണ്. ഇത് നമുക്ക് സാധാരണ പോട്ടിനേക്കാളും വ്യത്യാസമുണ്ട്. ഈ ക്വാളിറ്റി ഉണ്ട്. പിന്നെ നമുക്ക് സാധാരണ പോട്ടുകൾ ഇതിനകത്തേക്ക് നമുക്ക് ചെറിയ പോട്ടുകളൊക്കെ വെക്കാം. ഇത് പല സൈസിലും പല ഷേപ്പിലും അവൈലബിൾ ആണ്, പല ഡിസൈൻസിലും വരുന്നുണ്ട്. ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ വെക്കാനായിട്ട് ഏറ്റവും നല്ല പോട്ടുകളാണ്. ഇത് 90 രൂപ തൊട്ടുള്ള പോട്ടുകൾ അവൈലബിൾ ആണ്. പല ഷേപ്സിലൊക്കെ വരുന്നുണ്ട്, പല ഡിസൈൻസിലും വരുന്നുണ്ട്. അതെ അതെ. ഇപ്പൊ അഡീനിയത്തിന്റെ എന്തൊക്കെ മോഡൽസ് നിങ്ങൾ ചെറുതും വലുതൊക്കെ ഉണ്ടോ? എന്തൊക്കെയാണ് മോഡൽസ്? ട്രെൻഡ് ആയിരിക്കുന്ന ഒരു പ്ലാന്റാണ് അഡീനി എന്ന് പറയുന്നത്. അത് നമ്മൾ 100 രൂപ തൊട്ട് ഒരു 2000 റേഞ്ച് വരെയുള്ള പ്ലാന്റ്സ് അഡീനിയത്തിന്റെ ഉണ്ട്. വില കൂടുതലെന്ന് പറയുന്നത് ബോൺസായികൾക്കാണ്. സാധാരണ അഡീനിയൻ തൈ എന്ന് പറയുന്നത് 100 രൂപയ്ക്ക് നല്ല തൈകൾ നമ്മളിൽ അവൈലബിൾ ആണ്. അത് പ്രായം കൂടുന്നവരും, അത് 25 വർഷം 50 വർഷം അങ്ങനെയൊക്കെ വരുന്ന ചെടികൾക്ക് വില കൂടുന്നു. ഈ പ്ലാന്റ്സുകൾ എന്തൊക്കെയാണ്? അഗ്ലോണിയം ഉണ്ട്, പലതരത്തിലുള്ള ഒരു 5-6 തരത്തിലുള്ള അഗ്ലോണിയമുകളുണ്ട്. പിന്നെ ഒരു 4-5 തരം പാംസ് ഉണ്ട്. പിന്നെ സാൻസ്വേരിയുടെ വെറൈറ്റീസ് ഉണ്ട്. ഡ്രസീനയുടെ ഒരു 8 വെറൈറ്റി ഉണ്ട്. ഇതൊക്കെ സ്റ്റാർട്ടിങ് എത്ര വരും? ഇതൊക്കെ ഒരു 75 ഓൺവേർഡ്സ് ഒരു ഉണ്ട്. ഇപ്പൊ ഞാനിവിടെ ഒരു വെറൈറ്റി 2 പ്ലാന്റ്സ് ഉണ്ട്. ഇതിന്റെ പേരെന്താ വരുന്നത്? ഇത് അഗ്ലോണിയയുടെ തന്നെ ഒരു വൈറ്റ് ലീഫ് അടക്കം, അതിന്റെ എന്താ പറയുക, സ്റ്റെം ഒക്കെ
പീറ്റുകളൊക്കെ വൈറ്റ് ആയിട്ട് വരുന്ന ഒരു അഗ്ലോണിമയാണ്. അത് വെറൈറ്റി ആണ്. അതെ അതെ. ഓക്കെ, ഈ ഒരു ചെടിയുടെ പേര് എന്താ പറയുന്നത്? ഇത് ZZ പ്ലാന്റ് എന്ന് പറയും, ചിലർ സാമിയ എന്ന് പറയും. ഇതൊക്കെ പ്യുവർ ഇൻഡോർ പ്ലാന്റ്സ് ആണ്. നമുക്ക് വലിയ അകത്ത് 100% സുരക്ഷിതമായിട്ട് വെക്കാവുന്ന പ്ലാന്റ്സ്. ഇവിടെ കള്ളിച്ചെടി പോലത്തെ ഒരു മോഡൽ ചെടി, ഇതെന്താ പേര്? ഇത് കാക്ടസിൽ പെട്ട ഒരു ഐറ്റാണ്. ഇത് കുറേ കാക്ടസിൽ തന്നെ ശരിക്കും ബോൺസായി പോലത്തെ പാറ്റേണിൽ വരുന്ന ഒരു റയർ ഐറ്റാണ്. ഈ ഇത്ര വലിയ കാക്ടസ് അപൂർവ്വം കാണുള്ളൂ. അത് അഡീനിയത്തിന്റെ ഒരു ബോൺസായി 25 വർഷം പഴക്കമുള്ള ഒരു അഡീനിയാണ് അത്. ചേട്ടാ, നമ്മുടെ നിങ്ങളുടെ ഈ ഗാർഡൻസിൽ എന്തൊക്കെ ടൈപ്പ് പ്ലാന്റ്സുകൾ വരുന്നുണ്ട്? നമ്മുടെ ഇൻഡോർ പ്ലാന്റ്സ് മാത്രമല്ല, ഫ്രൂട്ട് പ്ലാന്റ്സ് ഉണ്ട്, ഫ്ലവറിംഗ് പ്ലാന്റ്സ് ഉണ്ട്. അതൊക്കെ സീസൺ അനുസരിച്ച് ഇപ്പോൾ ഫ്ലവറിംഗ് പ്ലാന്റ്സ് സീസണായി വരികയാണ്. അപ്പോൾ ഈ നവംബർ അവസാനമാണെങ്കിൽ ഫ്ലവറിംഗ് പ്ലാന്റ്സ് ധാരാളം ഉണ്ടാവും. ഇപ്പോൾ അധികം ഇത് നമ്മൾ ടട്ടിൽ വൈൻ്റെ ഒരു വേറെ വെറൈറ്റിയാണ്. ടട്ടിൽ വൈൻ അപ്പുറത്തൊക്കെ എടുക്കുന്നതൊക്കെ ഇതൊക്കെ ടട്ടിൽ വൈൻ്റെ ചെറിയ ഹാങ് ആണ്. അതിൻ്റെ വലുതാണ് അപ്പുറത്ത് കിടക്കുന്നത്. ഇത് ലൈക്കോപ്പൊടി എന്ന് പറഞ്ഞ ഫേണിൽ പെട്ട ഒരു വെറൈറ്റിയാണ് ലൈക്കോപ്പൊടി. അതെ 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 അതെ. ഇതൊക്കെ സനഡു എന്ന് പറഞ്ഞ പ്യുവർ ഇൻഡോർ പ്ലാന്റ് ആണ്. അത് നമുക്ക് അകത്ത് വയ്ക്കാവുന്നതാണ്. പച്ച കളറുള്ളത് ഡെൻഡ്രോബിയത്തിന്റെ അതിനപ്പുറത്തെ ചെമ്പരത്തിയുടെ ഒരു വെറൈറ്റി ഉണ്ട്. ഇതൊക്കെ സ്റ്റാർട്ടിംഗ് റേഞ്ച് എന്ത് വരുന്നുണ്ട്? ഇത് സനഡൊക്കെ ഒരു 100 രൂപ മുതൽ ഈ പോട്ട്സ് അടക്കമുള്ളത് 100 രൂപയാണ് വരുന്നത്. ഓക്കെ. പിന്നെ ഇപ്പൊ ഇവിടെ നമ്മളിപ്പോ ഈ കാക്ടസ് സക്കുലൻസ് പോലത്തെ ചെടികളുണ്ടല്ലോ, ഇതൊക്കെ എന്തൊക്കെ റേറ്റ് സ്റ്റാർട്ടിംഗ്? നമുക്ക് 100 രൂപ മുതൽ ഈ ഐറ്റംസ് 100 രൂപ മുതൽ 300 രൂപ റേഞ്ചിലുള്ള സക്കുലൻസും കാക്ടസ് ആണ് നമുക്ക് ഇവിടെ അവൈലബിൾ ഉള്ളത്. ഇതെല്ലാ പാറ്റേണിലുള്ള സാധനങ്ങൾ നമുക്ക് ഇവിടെ ഉണ്ട്, നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റം. അതുപോലെ ഈ ചെറിയ കവറുകളൊക്കെ 30 രൂപയാണ് നമ്മൾ കൊടുക്കുന്നത്. അതെ അതെ. ഇതെല്ലാ പ്ലാന്റ്സും കവറിൽ വരുന്നതൊക്കെ 30 റുപ്പീസിനാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. പിന്നെ ഇവിടെ ഈ ഇതിപ്പോ കുറച്ചും കൂടി ഫ്ലവർ ടൈപ്പ് കൂടുതലുണ്ട് ഇപ്പോൾ ഇവിടെ. അപ്പൊ അതിന്റെ ഒരു പോട്ട് എത്ര വരുന്നുണ്ട്? ഇത് സീനിയ വിത്ത് പോട്ടടക്കം ഒരു 40-50 റേഞ്ചിലുള്ള സീനികളാണ്. റോസ് ഒക്കെ ഒരു 25 തൊട്ട് റോസ് പ്ലാന്റ്സ് ഉണ്ട്.